ഓ ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്ത് നിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ. ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഏതായാലും അകത്തേക്ക് കിടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടി വരുമോ സർ? കൊള്ളാം. ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്. കം. ഡോക്ടർ, നമ്മൾ ഒറ്റയ്ക്കകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ലേ കൂടെ. കമോൺ. തുറക്കാൻ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. അമ്മാവാ, ആരാത്? വാതിൽ തുറക്കാൻ. അവൻ ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടിട്ടൊരു പ്രേതാലയം പോലുണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. റുമേനിയയിലെ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. ആ, പേടിക്കണം. IPS കാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. കം 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 കം. എന്താ ഡോക്ടർ? അത് ശരി. തുറക്കാനാ പറഞ്ഞത്. ഹേയ്, തുറക്കാൻ. ഗോ ഗോ ഗോ. ലിഫ്റ്റ് ലിഫ്റ്റ്. ഡോക്ടർ, എന്താ? നോക്കിയേ. ഓ മൈ ഗോഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ലൂസി, കർത്താവേ, അടുത്ത്. ഡ്രാക്കുള ഈ 2 ഓളുമാരെയും പുറത്തു നിർത്തിയിരിക്കായിരുന്നു തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത്. എവിടെ നിന്ന് വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ. വിളിക്കട്ടെ? നോ 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 നോ. അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്. 2നെ നശിപ്പിക്കണം. കം. ഇതെന്തിനാ? വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി തീയിലിട്ട് ചുടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനൊന്നും ചെയ്യണ്ട. ഈ IPS ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ. ഒന്ന് പേര് വിളിച്ചു നോക്ക്. ലൂസി, ലൂസി.
ബെന്നി, ബെന്നി, എന്നെ രക്ഷിക്ക് ബെന്നി. ഡോക്ടർ, നമുക്ക് ലൂസി എങ്ങനെ രക്ഷപ്പെടുന്നു? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ യഥാർത്ഥ ശവശരീരം. ഇനി നമുക്ക് അടുത്തവളെ ഫിനിഷ് ചെയ്യാം. വാ. ഇതിനിടയിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കമോൺ, ഈ പോൾ റോബിൻസൺ അവളെ വെറുതെ വിടില്ല. റോയ് തോമസ്, എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ മനസ്സിലാക്കിയ റോയിയുടെ ശരീരം തന്നെ എനിക്കെതിരെ നീ ഉപയോഗിച്ചു അല്ലേ? ശരീരം മാത്രമല്ല, അവന്റെ ബുദ്ധി, അറിവ്, ഭാഷ, മന്ത്രശക്തി എല്ലാം. നീയാണ് ലോകം മുഴുവൻ കുപ്രസിദ്ധി നേടിയ കൗണ്ട് ഡ്രാക്കുള. പക്ഷെ നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്റെ കുടുംബത്തെ എന്തിനു നീ നശിപ്പിക്കുന്നു? എനിക്ക് മീനയെ വേണം. അവൾ എന്റെ രാജകുമാരിയാണ്. അവളെ ഞാൻ കൊണ്ടുപോകും. അതിനെ എതിർക്കുന്നത് ആരാണോ അവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. ദേവി, ഭദ്രേ, ദേവി. എന്നെ രക്ഷിക്കൂ രാജു. ഇയാൾ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുക. ഇവിടുന്ന് എന്നെ രക്ഷിക്കില്ലേ രാജു?
തിരുമേനി, അങ്ങയുടെ മകളുടെ ആത്മാവിന് ഇനി നിത്യശാന്തി ലഭിക്കും. ഈ ദുരന്തം മുഴുവൻ ഏറ്റുപോകാനുള്ള ശക്തി എനിക്ക് തരണേ ഭദ്രേ. എന്റെ അമ്മേ. ഇനി ആ പിശാചിനെ നശിപ്പിച്ചേ പറ്റൂ. അവൻ മീരയെ തേടി ഇല്ലത്തേക്ക് പോയിരിക്കാം. നിങ്ങൾ ഉടനെ പോയി അവളെ രക്ഷിക്കുക. അവനെ താവളത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാനാവാത്ത വിധം ഉഗ്രബന്ധനക്രിയ പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരൂ. രാജു, രാജു, പൂജാമുറി ഭദ്രകാളി വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന സുദർശന ചക്രമെടുത്ത് മീരയുടെ മുറിയിൽ വെക്കണം. പിന്നെ അവൻ അവിടെ പ്രവേശിക്കാനാവില്ല. ഡോക്ടർ രാജുമായി പോയിക്കോളൂ. ഞാൻ തിരുമേനിയെ കൂട്ടിവരാം. ശരി തിരുമേനി, ഇടില്ലവരെ. എന്നെ വിട്ടുപോകാൻ നിനക്കാവില്ല. ആകുമോ? യു ആർ മൈ ബ്ലഡ്, യു ആർ മൈ ഫ്ലഷ്, യു ആർ മൈ എവർ ലവിംഗ് മീന. മരണമില്ലാത്തൊരു ലോകത്തേക്ക് എന്റെ കൂടെ നീ വരില്ലേ? വരും. എവിടെ വേണേലും ഞാൻ വരും. നിന്നെ കൊണ്ട് ഞാൻ പോകും. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നീ എന്റെ നിത്യകാമുകിയായി ജീവിക്കും.